നമുക്കിന്ന് കുറച്ച് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം. അതായത് നമ്മുടെ ഈ കൂട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ത്രില്ലർ സിനിമകൾ കാണുന്ന ഒരു ശീലം ഉണ്ടാവും. ഞാനൊരു ത്രില്ലർ ഫാൻ തന്നെയാണ്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ, അതായത് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് ത്രില്ലർ സിനിമകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ശരിക്കും നിങ്ങൾ ഇതിൽ കുറേ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം കാണാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നു. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് 2018 അതായത് 2018 പ്രശോഭ് വിജയന്റെ സംവിധാനത്തിൽ സംയുക്ത മേനോൻ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിരുന്ന ഒരു ത്രില്ലർ സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു ലില്ലി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഒരു വൺ ലൈൻ നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രഗ്നന്റ് ലേഡി നമ്മുടെ സംയുക്ത മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രഗ്നന്റ് ലേഡിയാണ്. ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ കുറച്ചേറെ ചെറുപ്പക്കാർ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് ഒരു കാടിനുള്ളിൽ തടവിലാക്കുന്നതും പിന്നീട് അതിൽ നിന്ന് അവർ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമ എന്ന് കൂടി പറയാം. അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലില്ലി. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടെയാണ് ലില്ലി. ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങൾ അതുപോലെ തന്നെ വയലൻസ് കലർന്നിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. ഫാമിലി ആയിട്ടൊന്നും ഇരുന്ന് കാണാൻ കഴിയത്തില്ല. അത്യാവശ്യം ടോർച്ചറിങ് ആയിട്ടുള്ള വയലൻസ് കലർന്നിട്ടുള്ള സിനിമയാണ്. എന്തായാലും ഒറ്റവട്ടമൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ IMDb റേറ്റിംഗ് എന്നുള്ളത് 5/6 ആണ്. 10 ഒരു 5.6 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പടം എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന സിനിമയാണ്. കിർക്കൻ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോഷാണ്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്രൈം ത്രില്ലറൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ ഒരു ക്രൈം നടക്കുവാണ്. അപ്പോൾ ഈ ക്രൈം നടക്കുന്ന സമയത്തുണ്ടാകുന്ന കുറച്ച് അപ്രതീക്ഷിത സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഇതിലെ ഈ ക്രൈമിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് സലീൻ കുമാർ, അതുപോലെ തന്നെ അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ അനാർക്കലി മരക്കാർ എന്നിവരൊക്കെയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ത്രില്ലിംഗ് സിനിമയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോറടിയോടെയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പിന്നീട് ഡയറക്ഷൻ മേഖലകളൊന്നും വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ കഥ അത്യാവശ്യം ഓക്കെ ഫീൽ തരുന്ന ഒരു കഥ തന്നെയാണ്. കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് പോകും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫാമിലി ഓഡിയൻസിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ പടവും കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ചിത്രത്തിൻ്റെ IMDb റേറ്റിംഗ് വരുന്നത് 8/7 ആണ്. ചിത്രത്തിൻ്റെ IMDb റേറ്റിംഗ് വരുന്നത് 10 ഒരു 8.7. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും കണ്ടുനോക്കാൻ പറ്റുന്ന സിനിമയാണ് കിറുക്കൻ. ഓക്കെ, അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ ചിത്രം അരിശുദ്ധ് വർഗ, ഒരു കന്നഡ സിനിമയാണ്. ഞാൻ ഈ മലയാളത്തിൻ്റെ ഇടയ്ക്ക് ഒരു കന്നഡയും 2 തമിഴ് സിനിമയും കൂടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അരിശുദ്ധ് വർഗയുടെ മൊത്തത്തിലുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനകത്താണ് സിനിമയുടെ മേളിൽ ഒരു കഥ നടക്കുന്നത്. ഒരു വീട്, ആ വീട്ടിൽ ഒരു ക്രൈം നടക്കുന്നു അപ്രതീക്ഷിതമായി. തീർച്ചയായിട്ടും അപ്പോൾ പോലീസ് സംശയിക്കുന്നുള്ളത് ഈ വീട്ടിലുള്ള ആളുകളെ തന്നെ ആയിരിക്കും. പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു അന്വേഷണമാണ്. രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിട്ടില്ലൻ സസ്പെൻസ് നിറഞ്ഞ ത്രില്ലറാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അരിശുദ്ധ് വർഗ നിങ്ങളെ ഒരു കാരണവശാലും ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ചിത്രത്തിൻ്റെ IMDb റേറ്റിംഗ് വരുന്നത് 6.4 ആണ്. അപ്പം 10 ഒരു 6.4. തീർച്ചയായിട്ടും കണ്ടുവെക്കാൻ പറ്റുന്ന നല്ലൊരു സസ്പെൻസ് നിറഞ്ഞ സിനിമയാണ് അരിശുദ്ധ് വർഗ. അടുത്ത പടം എന്നുള്ളത് ബ്ലഡ് മണി എന്ന് പറയുന്ന സിനിമയാണ്. പ്രിയ ഭവാനി ശങ്കർ നായികയായിട്ടെത്തി. സർജുൻ KM സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അപ്പം ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സിനിമയ്ക്കുള്ളിൽ ഒരു 2 പേരും, അതായത് വധശിക്ഷയ്ക്ക് വിധേയമായി കിടക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അവർ നമ്മുടെ പ്രിയ ഭവാനിയുടെ കഥാപാത്രത്തിലൂടെ ഒരു എന്താ പറയുക, അവരെ രക്ഷിക്കാനുണ്ടാകുന്ന ഒരു ശ്രമം, അവരിത് ചെയ്തയാണോ എന്നുള്ള ഒരു ശ്രമത്തിലൂടെ, അതായത് അവർ ഇത് സത്യത്തിൽ ചെയ്തയാണോ, എന്താണ് ഇതിനുള്ള ഒരു മിസ്റ്ററി എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ബ്ലഡ് മണിയുടെ മൊത്തത്തിലുള്ളൊരു കഥ എന്നുള്ളത്. നല്ലൊരു ത്രില്ലർ രീതിയിലൂടെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഒരു കാരണവശാലും നിങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്ലഡ് മണി. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ത്രില്ലർ സിനിമ. സിനിമയുടെ IMDb റേറ്റിംഗ് എന്നുള്ളത് 5/6 ആണ്. 5 ഒരു 6. ഓക്കെ, അപ്പം ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് കലിംഗ. ഞാൻ ഈ സിനിമ രാവിലെ കണ്ടു തീർത്തതാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാട് പ്രദേശം,
അതായത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകനെ ആദ്യം പരിചയപ്പെടുന്നത്. സോ അദ്ദേഹം അവിടെ കുറേ കാട്ടിൽ കുറേ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാട് പ്രദേശമാണ്. അപ്പോൾ ഈ കാട്ടു പ്രദേശത്തിനുള്ളിൽ ഒരു ജീവി ഒളിഞ്ഞിരിപ്പുണ്ട്. സോ ഒരു മോണിസ്റ്റർ. അപ്പോൾ ഇത് അവിടേക്ക് എത്തുന്ന ആളുകളെല്ലാം കൊലപ്പെടുത്തും. അപ്പോൾ ഇത് തന്നെയാണ് സിനിമയ്ക്കുള്ളിലെ ഒരു പ്ലോട്ട് എന്നുള്ളത്. സോ ഈ സിനിമയ്ക്ക് അകത്ത്, അതായത് ഇതൊരു തെലുങ്കു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അത്യാവശ്യം ത്രില്ലർ മൂമെൻറ്റുകൾ ഉണ്ടെങ്കിലും ഇത് ഒരു വൺ ഡേ ത്രില്ലർ സിനിമയൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിലുള്ള, അതായത് സത്യം പറഞ്ഞാൽ ജീവിയെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ മൊത്തത്തിലൊരു ഫ്ലോട്ട് കഥ പറഞ്ഞു പോകുന്നത്. സോ അത് നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. കാരണം എന്തൊക്കെയോ എവിടേക്കോ എന്തോ ചെയ്തു പോയതുപോലെയാണ് നമുക്ക് അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കണ്ടു നോക്കുക. ഇപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമകൾ. അപ്പം തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും കിട്ടാനായിട്ട് ത്രില്ലർ പടങ്ങൾ, റൊമാൻറ്റിക്കൽ സിനിമകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ ലീവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലുള്ള പുതിയ കണ്ടന്റുകളൊക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.